2015 മെയ് മാസത്തിലാണ് അന്നത്തെ സർക്കാർ നവംബർ 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ദിനമായി ആചരിക്കണമെന്ന് ഉത്തരവിട്ടത്. ആ സമയത്ത് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അന്നത്തെ സർക്കാർ തീരുമാനമെടുത്ത് ഭരണഘടനാ ദിനം അനൗൺസ് ചെയ്യുകയും നവംബർ 26-ാം തീയതി തന്നെ അത് ആഘോഷിക്കണമെന്ന് പറയുകയും ചെയ്തത്. ഈ നവംബർ 26 എന്ന് പറയുമ്പോൾ ആ തീയതി എന്തുകൊണ്ട് തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-ാം തീയതിയാണ് സ്വതന്ത്ര ഇന്ത്യ നമ്മുടെ ഭരണഘടന ഇന്നത്തെ രൂപത്തിൽ അങ്ങോട്ട് സ്വീകരിച്ചത്. അതുകൊണ്ട് ആ ദിവസം തന്നെ ഭരണഘടനാ ദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു. രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാക്കുവാനും രാജ്യത്തെ അധികാരികളും മറ്റുള്ളവരുമൊക്കെ തന്നെ തങ്ങളുടെ ഭരണഘടനാപരമായിട്ടുള്ള കടമകൾ നിറവേറ്റുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭരണഘടനാ ദിനം ആഘോഷം തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ ദിവസമെങ്കിലും കൃത്യമായിട്ട് എല്ലാവർക്കും ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ ഇന്നതൊക്കെയാണെന്നും ഭരണഘടനാപരമായിട്ട് ഇന്ന കടമകളാണ് രാജ്യത്തെ ഓരോ പൗരന്മാരും നിർവഹിക്കേണ്ടതെന്നും ഒക്കെയുള്ള അവബോധം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഈ ദിനം ആഘോഷിക്കുവാൻ സർക്കാരുകൾ ആഹ്വാനം ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ ഉണ്ടെന്നോ ഭരണഘടന നിലവിലുണ്ടെന്നോ ഭരണഘടനാപരമായിട്ടുള്ള കടമകൾ ഉണ്ടെന്നോ ഒക്കെ അറിയാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. കയറിക്കിടക്കാൻ ഇടമില്ലാത്തവർ, അസുഖം വന്നാൽ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തവർ, കുഞ്ഞുങ്ങളെ ഒന്നും വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിർവാഹമില്ലാത്തവർ, അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ പുറത്ത് കഴിയുന്നുണ്ട്. ഈ മനുഷ്യർക്കും കൂടി ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം ലഭിക്കുന്ന ദിവസം മാത്രമേ ഈ ഭരണഘടനാ ദിനത്തിൻ്റെ ആഘോഷത്തിന് വിലയുണ്ടാകൂ എന്നുള്ളതാണ് വസ്തുത. 2015 തുടങ്ങി വെച്ച ഭരണഘടനാ ദിന ആഘോഷത്തിന് ഇതുവരെയും ഒരു കുറവും വന്നിട്ടില്ല. മാറി മാറി വരുന്ന സർക്കാരുകളും അതിൽ ബന്ധപ്പെട്ട ആൾക്കാരുമൊക്കെ ഭരണഘടനാ ദിനം വളരെ മികച്ച രീതിയിൽ തന്നെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറത്ത് നിൽക്കുന്ന ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മൗലിക അവകാശങ്ങളൊന്നും ലഭിക്കാത്ത ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പരിശോധിച്ച് നോക്കാം. 2 വർഷവും 11 മാസവും 18 ദിവസങ്ങളും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായിട്ടും എഴുതിയുണ്ടാക്കിയത്. ഇന്ന് ലോകത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വിപുലമായ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതിലുപരി ഇന്ത്യൻ ഭരണഘടന മുഴുവനായും കൈകൊണ്ട് എഴുതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പികളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റിലെ ലൈബ്രറിക്കുള്ളിലാണ്. ഒരു പ്രത്യേക പെട്ടിക്കുള്ളിൽ ഹീലിയം വാതകം നിറച്ച് അതിനുള്ളിൽ ഫ്ലാനൽ എന്ന് പറയുന്ന തുണിയിൽ പൊതിഞ്ഞ് അതോടൊപ്പം തന്നെ നാഫ്തലിൻ ഗുളികകളൊക്കെ നിക്ഷേപിച്ച് വളരെ സുരക്ഷിതമായ രീതിയിലാണ് ഈ ലൈബ്രറിയിൽ ഇന്ത്യൻ ഭരണഘടന സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓരോ പേജിനും ഓരോ ഗോൾഡ് ലീഫ് ഫ്രെയിമുണ്ട്. അതുമാത്രമല്ല, ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അതിൻ്റെ ആദ്യത്തെ പേജിൽ മനോഹരമായിട്ടുള്ള കലാസൃഷ്ടികളുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളായിരുന്ന പ്രേം നാരായൺ റൈസോദയാണ് ഈ ഇന്ത്യൻ ഭരണഘടന ഇന്നത്തെ രൂപത്തിൽ എഴുതി ഉണ്ടാക്കിയത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അനുസരിച്ചാണ് നമ്മുടെ ഭരണഘടന ഇന്ന് കാണുന്ന രൂപത്തിൽ സൃഷ്ടിച്ച് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ പ്രധാന ഭാഗങ്ങൾ ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മൗലിക അവകാശങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് USA ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റ് സിസ്റ്റം എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. പ്രസിഡന്റിൻ്റെ പദവിയും ഫെഡറൽ സിസ്റ്റവുമൊക്കെ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഇത് മാത്രമല്ല, ആഫ്രിക്കയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ പല പ്രധാനപ്പെട്ട രീതികളും ഭാഗങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണഘടന സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്.
ഈ ഭരണഘടന അനുസരിച്ചാണ് രാജ്യത്ത് എല്ലാ കാര്യങ്ങളും നടക്കേണ്ടെന്നും ഓരോ പൗരനും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ തുല്യമായിരിക്കണമെന്നും എല്ലാ പൗരന്മാരുടെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുമൊക്കെ അധികാരികൾക്കുള്ള നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അതൊക്കെ എത്രത്തോളം കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും വലിപ്പമേറിയതും സമഗ്രവുമായിട്ടുള്ള ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ വലിപ്പം കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഭൂരിഭാഗം വക്കീലന്മാരാണ്. കൂട്ടത്തിൽ കുറെ കുറ്റവാളികളും രാഷ്ട്രീയം ജീവിതമാർഗമായി സ്വീകരിച്ച ആൾക്കാരുമൊക്കെയുണ്ട്. അതോടൊപ്പം പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ രാജ്യത്ത് നവംബർ 26 ആഘോഷിക്കുന്നത് നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് മാത്രമല്ല. ഇപ്പോൾ നവംബർ 26-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാഷണൽ ലാ ഡേ, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമദിനമായിട്ട് കൂടി നമ്മുടെ ഭരണഘടനാ ദിനമായ നവംബർ 26 ആഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗമുണ്ടാകുന്നത് നമ്മുടെ വക്കീലന്മാർക്കായതുകൊണ്ട് തന്നെ അവർ നാഷണൽ ലാ ഡേ കൂടി അതേ ദിവസം ആഘോഷിക്കുന്നതിൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല.